സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ വെള്ളമൊക്കെ കുടിച്ച് എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മള് ബെഡിൽ ഇരുന്നിട്ട് ഇപ്പൊ കഴിയുന്നതും ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ സായി സാറ് പറയുന്ന അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പിന്നെ ഒന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മളെ കാല് ഭൂമിയിൽ മുട്ടുന്നതിന് മുമ്പ് പിന്നെ നമുക്ക് നല്ല നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല പവറിലുണ്ടാവുക. അപ്പൊ ആ സമയത്ത് ഇപ്പൊ സായി സാറ് പറയുന്ന അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ആ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റീവ് ആകും എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പിന്നെ ഇപ്പൊ ഇവിടുന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ ഇടക്കിടക്ക് ഇപ്പം ഞാനൊക്കെ ഈ സായി സാറ് പറയുന്നത് നല്ലൊരു അഫർമേഷൻസ് ആണ്. എനിക്ക് അനുയോജ്യരായ വ്യക്തികൾ, അവസരങ്ങൾ, സാഹചര്യം, സമ്പത്ത്, ആരോഗ്യം എന്നിവ എന്നിലേക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് അതിങ്ങനെ മൈൻഡിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു എങ്ങനെ നമുക്ക് കുറച്ച് സമയം മൈൻഡിനെ വെറുതെ വിട്ടാൽ നെഗറ്റീവ് ഒക്കെ കയറും. അപ്പൊ ഇത് നമ്മൾ ഇന്റൻഷ്യലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും, കുറച്ച് ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ അഫർമേഷന് ശക്തി ഉണ്ട് എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള അഫർമേഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാണ്ട് നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് വരുന്നത് കാണാം. പിന്നെ ചില ആളെ പരിചയപ്പെടുന്നുണ്ടാകാം, പിന്നെ ചില ചാൻസുകൾ നമുക്ക് റൂട്ട് ചെയ്ത് തരും. അപ്പൊ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക അഫർമേഷൻസുകൾ. അതേ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കൂട്ടാനുള്ള കഴിയുന്നതും ബെഡിൽ നിന്ന് കാല് വെക്കുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നന്നാകും. ഇനി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ഫൈസൽ സാർ അങ്ങനെ ഒരു ബുക്ക് തന്നെ ഉണ്ട് തോന്നുന്നു, നിങ്ങളുടെ ബെഡ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു മേക്ക് യുവർ ബെഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെ ഉണ്ട് എന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും എഴുന്നേറ്റാല് നമ്മൾ ആ ബെഡ് അങ്ങനെ വെച്ചിട്ട് പോവാറാണ് പതിവ്. പിന്നെ ചിലവരൊക്കെ എന്ത് ചെയ്യും, നന്നായിട്ട് നീറ്റായിട്ട് വെക്കും. നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ പലപ്പോഴും നമ്മൾ പൊലച്ചൊക്കെ എണീക്കുന്നതുകൊണ്ട് പലരുടെയും പ്രശ്നം വൈഫും മോനൊക്കെ കിടക്കുന്നുണ്ടാവും, പിന്നെ നമ്മളെങ്ങനെ ബെഡ് വൃത്തിയാക്കാനാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എങ്കിലും പിന്നെ എഴുന്നേറ്റിട്ട് ആ ബെഡ് അലസമായി കിടക്കുന്നതാണെങ്കിൽ ഒന്ന് നീറ്റായിട്ട് വെക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം എന്തെങ്കിലും നീറ്റായിട്ട് വെച്ച് ഇപ്പൊ നമ്മളെ ബെഡ്റൂമിലെങ്കിലും പോയിട്ട് കാണുമ്പോൾ ആ ബെഡൊക്കെ നീറ്റായിട്ട് ഉള്ളത് കാണുമ്പോൾ നമ്മളെ മൈൻഡിന് കുറച്ചൊരു പീസ് കിട്ടും എന്നുള്ളതാണ്. ഇതൊരു ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ പിന്നെ അല്ലെങ്കിൽ എല്ലാവരും ബെഡിൽ നിന്ന് എണീച്ചാൽ ഒന്ന് കഴിയുന്നതും മക്കളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി ഇതാക്കുക. കാരണം അവരത് പഠിക്കേണ്ട ഒരു പാഠം. പിന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത്. അപ്പൊ അത് ചെറിയ കാര്യമാണെങ്കിലും അതൊരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്ന് അതിനെപ്പറ്റി ഒരു ബുക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പറയുന്ന മനസ്സിന്റെ വേണ്ടാത്ത ടെൻഷൻസുകളൊക്കെ കുറയും എന്നുള്ളതാണ്. അപ്പം അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്ന പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക, അത് വലിയ വലിയ ഇമ്പാക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഇപ്പൊ ബ്രീത്തിങ് എക്സസൈസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ അനുലോമ വിലോമം ചെയ്തു നോക്കിയിരുന്നോ? പരമേശ്വരൻ സാറ് ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നോ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്നത് സാധാരണ ഒരു ഡീപ്പ് ബ്രീത്ത് 3 പ്രാവശ്യം ഉള്ളിലേക്ക് എടുക്കുകയും സാവധാനം പുറത്തേക്ക് വിടുകയും ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് സമയം കണ്ണടച്ച് അങ്ങനെ ഇരിക്കുക. അതിനുശേഷം നമുക്ക് അനുലോമ വിലോമം ചെയ്യാം. അത് 3 സെറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങളെ സമയം പോലെ 3 സെറ്റ്സ് ഇവിടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ പിന്നെ അത് കുറച്ച് കൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഭ്രമരിയിലേക്ക് പോകാം. ഭ്രമരി കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാധനമാണ്. അവർക്ക് കൂടുതൽ പിന്നെ ഫോക്കസും പഠനത്തിലും അതിലൊക്കെ കുറച്ച് ഫോക്കസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് അത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ കുറെ സമയം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മളെ അറ്റൻഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് നമ്മൾ ഭ്രമരി പ്രാണായാമൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ പുസ്തകങ്ങളിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും കുറച്ചും കൂടി ഫോക്കസ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ആദ്യം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കണ്ണുകൾ അടച്ചിട്ട് ഒരു 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് നമ്മൾ പിന്നെ ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടണം. നമ്മൾ ഈ പ്രാണായാമം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ മെഡിറ്റേഷൻസ് ചെയ്യുമ്പോൾ അന്നേരമൊക്കെ നമ്മൾ ഒരു ചെറിയ പുഞ്ചിരി മുഖത്ത് വരണം എന്നുള്ളതാണ് പറയുന്നത്. കാരണം നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈവൻ കപാലഭാതിയൊക്കെ കുറച്ച് ടഫാണെങ്കിലും മുഖത്ത് എന്തുണ്ടാകണം, ചിരി വരണം എന്നാണ് പറയുന്നത്. ഒരു പ്രസന്ന വദനനായി ചെയ്യണം എന്നാണ് മെഡിറ്റേഷൻസ് ആയാലും ബ്രീത്തിങ് എക്സസൈസിനൊക്കെ പറയുന്നത്. അപ്പോ പിന്നെ കഴിയുന്നതും കണ്ണുകൾ അടക്കാൻ നോക്കുക. കാരണം പിന്നെ കണ്ണുകൾ അടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതൊരു പവർഫുൾ ആയിട്ട് തോന്നുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആദ്യം നമ്മൾ പതുക്കെ കണ്ണുകൾ അടക്കുക. പിന്നെ കണ്ണുകൾ അടച്ചതിന് ശേഷം
ഒരു ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഈ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല നല്ല വികാരങ്ങൾ, സ്നേഹം, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കുക. സാവധാനം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന സമയം സ്നേഹം, സമൃദ്ധി, ഇതൊക്കെ എന്നിന്റെ ഉള്ളിലേക്ക് നിറയുന്നതായി സങ്കല്പിക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുന്ന സമയം നെഗറ്റീവായിട്ടുള്ള കോപം, അങ്ങനെയുള്ള മോശം വികാരങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഡീപ് ബ്രീത്ത്. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വളരെ സാവധാനത്തിൽ കണ്ണുകൾ തുറക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. നമ്മള് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്ക് എടുക്കലും പുറത്തേക്ക് വിടുകയും ചെയ്യുക. കാരണം നമ്മൾ ജിമ്മിലൊക്കെ പോയാൽ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറച്ച് വാമപ്പുകളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പൊ യോഗയിലായാലും നമ്മൾ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്തിട്ടാണ് നമ്മൾ സൂര്യ നമസ്കാരത്തിലേക്കൊക്കെ പോവാറ്. അപ്പൊ അതുപോലെ ആദ്യം ബ്രീത്തിങ് എക്സസൈസ് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ 3 പ്രാവശ്യം ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുക. പറ്റുന്നത്ര നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി കണ്ണ് പൂട്ടിയിട്ട് അങ്ങനെ ഇരിക്കാം. എന്നിട്ടാകുമ്പോൾ അടുത്ത പ്രാണായാമത്തിലേക്ക് പോയാൽ മതി. നമ്മുടെ ഈ ടൈമിന്റെ ഇതുകൊണ്ടാണ് നമ്മൾ ഇതാകുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇന്നലെ പറഞ്ഞ അനുലോമ വിലോമ പ്രാണായാമം അറിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഇത് ബ്രഹ്മരീതിയാണ്. ഈ ഒരു തള്ളവിരൽ എന്ത് ചെയ്യാം, ഇത് നമ്മളെ വലത്തെ മൂക്കിലേക്ക് ക്ലോസ് ചെയ്യാം. ഈ 2 വിരലും നെറ്റിത്തടത്തിലേക്ക്, ഈ 2 വിരലുകളും ഇടത്തെ മൂക്ക്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ അനുലോമ വിലോമത്തിന്റെ. അതായത് ഇത് തള്ളവിരല് റൈറ്റ് മൂക്കിനെ ഇതാക്കുക, ഈ 2 വിരലും നെറ്റിയില്, ഈ ചെറുവിരലും മോതിര വിരലും ഇടത്തെ മൂക്കിന്. അപ്പൊ ആദ്യം നമ്മൾ ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, ഇടത്തെ മൂക്ക് അടയ്ക്കുന്നു, 1 മിനിറ്റ് അല്ല 1 സെക്കൻഡ്, 1-2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇനി വലത്തെ മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കുന്നു, ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം വിടുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. അതായത് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, വലത്തെ മൂക്കിലൂടെ വിടുന്നു. പിന്നീട് വലത്തെ മൂക്കിലൂടെ തന്നെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത്, ഒരു 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു, ഇടത്തെ മൂക്കിലൂടെ പൂർണ്ണമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇതാണ് ഒരു സെറ്റ് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ 3 സെറ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സമയം പോലെ പതുക്കെ ചെയ്താൽ മതി. നമ്മൾ യോഗ, മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂളായിരുന്ന് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? വലത്തെ മൂക്ക് ക്ലോസ് ചെയ്യുന്നു, ഇതാണ് പൊസിഷൻ. ഇടത്തെ മൂക്കിലൂടെ നമ്മൾ ശ്വാസം ദീർഘമായി എടുക്കുന്നു. ഇടത്തെ മൂക്ക് ക്ലോസ് ചെയ്യുന്നു, 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു, വലത്തെ മൂക്ക് ക്ലോസ് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു.
ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഇടത്തെ മൂക്ക് ക്ലോസ് ചെയ്യുന്നു. 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു. വലത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. വലത്തെ മൂക്ക് ക്ലോസ് ചെയ്യുന്നു. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. ഇടത്തെ മൂക്ക് അടയ്ക്കുന്നു. 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. വലതേ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടുന്നു. വലതേ മൂക്കിലൂടെ ശ്വാസം എടുക്കുന്നു. വലതേ മൂക്ക് അടയ്ക്കുന്നു. 3-4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടും. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ക്ലിയർ ആണെങ്കിൽ ഇത് പറഞ്ഞില്ല എന്തെങ്കിലും സംശയം ഉണ്ടാവും. അനുലോമ വിലോമ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. മിനിമം ഹൃദയ മാം, മോഹൻ സാർ, പരമേശ്വരൻ സാറിനെ ഞാൻ കാണുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എവിടെ ഈ തുടങ്ങുന്ന നിർത്തുന്ന എന്തോ പറഞ്ഞല്ലേ? അതായത് ഇടത്തെ മൂക്കിലൂടെ തന്നെ എടുത്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വലത്തെ മൂക്കിലൂടെ വിടുന്നു, വലത്തെ മൂക്കിലൂടെ എടുത്ത് പിന്നെ ഹോൾഡ് ചെയ്ത് ഇടത്തെ മൂക്ക്. ഈ ഇടത്തെ മൂക്കിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും എൻഡ് ചെയ്യേണ്ടതും രണ്ടും. കാരണം നമ്മൾ തുടങ്ങുന്നതും ഇടത്തെ മൂക്കുന്നാണ്. ഇതെല്ലാം ഹോൾഡ് ചെയ്ത് എന്നാലും ഒരു സെറ്റ് കംപ്ലീറ്റ് ആവുന്നു. അല്ലാണ്ട് നമ്മൾ വലത്തെ മൂക്കിലൂടെ എൻഡ് ബ്രീത്ത് വിട്ടിട്ട് അവിടെ നിർത്താൻ പാടില്ല. അപ്പൊ ഒരു സൈക്കിള് കംപ്ലീറ്റ് ആകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടത്തെ മൂക്കിലൂടെ എടുത്ത് ഇത് സാവധാനം ചെയ്താൽ മതി. പിന്നെ അങ്ങനെ തിരക്ക് കൂട്ടിയിട്ടൊന്നും ചെയ്യണ്ട. ഇനിയിപ്പോ 4 സെക്കൻഡ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 8 സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ മതി. പിന്നെ അപ്പൊ നിങ്ങൾക്ക് ടൈം ഉള്ളത് പോലെ പിന്നെ റിലാക്സ് ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഭ്രമരിയിലേക്ക് പോകാം. ഭ്രമരി നമുക്ക് 2 വിധത്തിൽ ചെയ്യാം. ഭ്രമരി ഈ പിന്നെ വലിയ നടുവിരലും മോതിര വിരലും കൂടി പിന്നെ ഇതൊന്ന് നോക്കിയാൽ മതി. ഇത് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഈ 2 വിരലും കൂടി കണ്ണിന്റെ മുകളിൽ വെക്കുക. അമർത്തി വെക്കാനൊന്നും പാടില്ല, സാവധാനം വെക്കുക. ഈ തള്ള വിരലുണ്ടല്ലോ, ഇത് രണ്ടും ചെവിക്ക് ഇതായിട്ട് വെക്കുക. പിന്നെ ഇത് ചൂണ്ടുവിരല് നെറ്റിത്തടത്തില്, ഈ ചെറുവിരല് ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടാൽ മതി. ഇതാണ് ശരിക്കും ഭ്രമരീന്റെ യോഗയുടെ ചില സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇത്. അതായത് ഈ 2 വിരല് കണ്ണിന്റെ മുകളിൽ വെക്കുക. പിന്നെ ഇത് എന്തുകൊണ്ട് അധികം പറയുന്നത് വെച്ചാൽ ചില കുട്ടികളൊക്കെ ബാറിലത് അവിടെ വെച്ചേക്കളും. അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ പതുക്കെ പിന്നെ വെക്കുക. ഈ 2 ഇതും തള്ളവിരലും ചെവീന ഇതാക്കിയിട്ട് വെക്കുക. ചുണ്ടുവിരല് നെറ്റിത്തടത്തിൽ ഇങ്ങനെ. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളൊരു വണ്ടിന്റെ മൂളിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അതായത് ഇതാണ് പിന്നെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു വണ്ടിന്റെ സൗണ്ടോടെ കുറെ സമയം. ഇതാണ് ശരിക്കും എഫക്റ്റ് ആവുന്ന ഒരു സംഭവം. കാരണം നമ്മൾ ചെവിയും എല്ലാം ചെറുങ്ങനെ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് ഇതാകും.
ഇനി വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു വണ്ടിന്റെ സൗണ്ടോടെ അങ്ങ് പുറത്തേക്ക് വിടുക. അതായത് അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണം, കണ്ണും പൂട്ടി അങ്ങനെ ഇരിക്കണം. പിന്നെ കണ്ണും പൂട്ടി ഇരിക്കുമ്പോൾ പിന്നെ ഒരു 3 പ്രാവശ്യമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു 10 പ്രാവശ്യം വരെ ഇത് ചെയ്യാം. പിന്നെ ഈ കുട്ടികൾക്കൊക്കെ ഈ പഠിപ്പിലൊക്കെ ഫോക്കസ് ഒക്കെ കുറയുന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഈ വായനയിലൊക്കെ നമുക്ക് പിന്നെ ബോറിങ്ങും അതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഒന്ന് കണ്ണു പൂട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അറ്റൻഷൻ ഒക്കെ കിട്ടും വായനയിലൊക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ഏതാണ് നമുക്ക് രണ്ടാമത്തേത് ചെയ്താൽ പോരെ, മറ്റേത് കുറച്ച് കൺഫ്യൂഷൻ ആവും തോന്നും അല്ലെ. പിന്നെ ഇങ്ങനെയൊക്കെ വെച്ച് പിന്നെ അത് കുറച്ച് കൺഫ്യൂഷൻസ്. സായി സാർ അതല്ല അതായിരിക്കൂല നല്ലത്, രണ്ടാമത്തേതായിരിക്കൂല നല്ലത്. പരമേശ്വരൻ സാർ അല്ല, സെക്കൻഡ് എനിക്ക് രണ്ട് ചെയ്യാം, മൂന്ന് സെക്കൻഡ് ചെയ്യുന്ന നല്ലത്. ഇതാണ് ഭ്രമരി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ പിന്നെ കാരണം ഇത് കണ്ടാല് കൺഫ്യൂഷൻ ആകണ്ട, എവിടെയെങ്കിലും പോയിട്ട് ഇനി ഭ്രമരി എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണ് ശരിക്കും ഭ്രമരിന്റെ ഇത്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കണ്ണ് പൂട്ടിയിട്ട് നമുക്ക് പിന്നെ വണ്ടിന്റെ ശബ്ദത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ണ് തുറക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഒരു 3 സെറ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 സെറ്റ് കഴിഞ്ഞിട്ട് ചിലവരൊക്കെ ഇതൊരു മെഡിറ്റേഷൻ ആയിട്ട് പോകാറുണ്ട്. നമ്മളിങ്ങനെ ഇരുന്ന് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ഇതിന്റെ ആ ഒരു അതും പിന്നെ ഒരു ഓങ്കാരമുണ്ട്. അതായത് ഓങ്കാരം ഞാൻ ഇന്നലെ പറഞ്ഞു, അതൊരു റിലീജിയസ് അല്ല മെഡിറ്റേഷൻസിൽ. അതിൽ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അത് 3 പ്രാവശ്യം, അത് പക്ക 3 പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ ഇതേപോലെ തന്നെ ഭ്രമരി കഴിഞ്ഞ് നമുക്ക് ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ നന്നാവും. ഇങ്ങനെ എടുക്കുക ശ്വാസം. ഓ ഇത് കഴിഞ്ഞ് കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് കണ്ണെങ്ങനെ പൂട്ടിയിരിക്കുമ്പോൾ നല്ല ഈ ഭ്രമരി കഴിഞ്ഞാലും ഓങ്കാരത്തിന്റെ ഈ ഒരു മെഡിറ്റേഷൻസ് കഴിഞ്ഞാലും നമ്മൾ കുറച്ച് സമയം കണ്ണു പൂട്ടിയിരിക്കുമ്പോൾ നല്ല റിലാക്സേഷൻ ആയിരിക്കും. അത് നമുക്ക് പിന്നീട് എങ്ങനെ മെഡിറ്റേഷൻസിലൊക്കെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കഴിയുന്ന ഈ സമയം പിന്നെ നമ്മൾ ഈ പലർക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഓഷോ മെഡിറ്റേഷൻസിലൊക്കെ അധികം ഈ ഭ്രമരി പ്രാണായാമം ചെയ്തുകൊണ്ട് തന്നെയാണ് മെഡിറ്റേഷൻസിലേക്ക് പോകാറ്. ഓഷോന്റെ മെഡിറ്റേഷൻസ് അധികം ഉണ്ടാകാറ് ഭ്രമരി ചെയ്ത് മെഡിറ്റേഷൻസിലേക്ക് പോവുകയാണ് ചെയ്യാറ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഭ്രമരി ചെയ്യാം. അപ്പൊ കണ്ണുകൾ പതുക്കെ അടക്കുക, കണ്ണുകൾ പതുക്കെ അടക്കുക. ഒരു ചെറിയ പുഞ്ചിരി നമ്മൾ എപ്പോഴും മുഖത്ത് വരുത്തിക്കുക, പ്രാണായാമം ചെയ്യുമ്പോഴായാലും മെഡിറ്റേഷൻസ് ചെയ്യാനും. ഈ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണുകൾ തുറക്കാൻ പാടില്ല. കണ്ണുകൾ കുറച്ച് സമയം അടച്ചു തന്നെ ഇരിക്കുക. അതിന്റെ ഒരു പിന്നെ പ്രവാഹം, അതിന്റെ ഒരു അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ശ്വാസം ആദ്യം ഉള്ളിലേക്ക് എടുക്കുക, പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു വണ്ടിന്റെ മൂളിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വണ്ടിന്റെ മോളൽ ശബ്ദത്തിൽ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, വണ്ടിന്റെ മോളൽ ശബ്ദത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക.
ഉം. ഉം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഉം. ഇനി നമുക്ക് പതുക്കെ മെഡിറ്റേഷൻസിലേക്ക് പോകാം. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ, കണ്ണുകൾ തുറക്കണ്ട, കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. സുഖകരമായ ആ അവസ്ഥയിൽ തന്നെ തുടരുക. ഈ കൈകൾ മണ്ഡല മുദ്രയിലേക്ക് കൊണ്ടുവരിക. കൈകൾ ഇടത് കൈക്കുള്ളിൽ വലത് കൈ വെച്ച് പെരുവിരൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് മണ്ഡല മുദ്രയിൽ കൈകൾ കൊണ്ടുവരിക. കൈകൾ മടിയിൽ വിശ്രമിക്കട്ടെ. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ തുടരുക. നിങ്ങളുടെ അറ്റൻഷൻ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചിന്റെ ഭാഗത്തുള്ള ഉയർച്ച ഫീൽ ചെയ്യുക. പുറത്തേക്ക് വിടുമ്പോൾ നെഞ്ചിന്റെ ഭാഗം താഴ്ന്നു വരുന്നതായിട്ടും അറിയുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി, ഡിവൈൻ എനർജി ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിലെ എല്ലാ വിഷാംശം, നെഗറ്റീവ് എനർജി എല്ലാം ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല വികാരങ്ങൾ, ലവ്, അതുപോലെ സ്നേഹം, സ്നേഹം ഉള്ളിലേക്ക് നിറയുക. എൻ്റെ ഉള്ളം സ്നേഹം കൊണ്ട് നിറയുന്നു. പുറത്തേക്ക് വിടുമ്പോൾ ഭയം, കോപം, അതുപോലെ അകാരണമായിട്ടുള്ള അസ്വസ്ഥതകള് ഇവയെല്ലാം വിശ്വാസവായുവിനോടൊപ്പം പുറത്തേക്ക് പോകട്ടെ. ശ്വാസത്തിൽ തന്നെ ശ്രദ്ധ തുടരുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടുകയാണ്. നിങ്ങൾ പ്യൂരിഫൈ ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം പ്യൂരിഫൈ ചെയ്യപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ശരീരവും മനസ്സും കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇരു പാദങ്ങളും പാദം മുതൽ മുട്ട് വരെയുള്ള ഭാഗങ്ങൾ അയഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. വെയിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട്
അനുഭവപ്പെടുന്നു. മുട്ടുമുതൽ വയറിന്റെ ഭാഗം വരെയുള്ള ഏരിയ അയഞ്ഞു അയഞ്ഞു വരുന്നതായിട്ട് സങ്കല്പിക്കുക. വയറിന്റെ ഭാഗം മുതൽ കഴുത്ത് വരെയുള്ള ഭാഗം റിലാക്സ്. ഇരു കൈകളും അയഞ്ഞു വരട്ടെ. മസിലുകളെല്ലാം അയഞ്ഞു അയഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. കഴുത്ത് മുതൽ തല മുഴുവനായിട്ടും റിലാക്സ്. മുഖത്തുള്ള എല്ലാ പേശികളും, കണ്ണ്, നെറ്റിത്തടം, ഇവയിലുള്ള എല്ലാ മസിലുകളും അയഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നു. തലയ്ക്ക് മുകളിലുള്ള ഭാഗം, പിറകിലുള്ള ഭാഗം എല്ലാം റിലാക്സ്. ശരീരം മുഴുവനായിട്ടും ഇപ്പോൾ വിശ്രമാവസ്ഥയിൽ ആണ്. ശരീരവും മനസ്സും പൂർണ്ണമായിട്ട് വിശ്രമാവസ്ഥയിൽ ആണ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ആശയങ്ങളും നല്ല നല്ല ചിന്തകളും നിങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. ആന്തരിക ലോകം പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുകയാണ്. നിങ്ങളുടെ ശരീരത്തിൽ വല്ല അസ്വസ്ഥതകളോ രോഗാവസ്ഥയോ ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ആ ഹീലിംഗ് എനർജി കേന്ദ്രീകരിക്കുക. ആ ഭാഗം കൂടുതൽ കൂടുതൽ ഹീല് ചെയ്യപ്പെടുകയാണ്. ആ ഹീലിംഗ് എനർജി നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഹീല് ചെയ്യുകയാണ്, സുഖപ്പെടുത്തുകയാണ്. ആ ഡിവൈൻ എനർജി അത്രയ്ക്കും പവർഫുൾ ആണ്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അവശേഷിക്കുന്ന നെഗറ്റീവ് എനർജി, അസ്വസ്ഥതകള്, ഭയം, അവയെല്ലാം ഒരു കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിനകം പോസിറ്റീവ് എനർജി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഊർജ പ്രവാഹം നിങ്ങളിലൂടെ പ്രവഹിക്കുകയാണ്. ശ്വാസരൂപത്തിൽ ഇളം മഞ്ഞ നിറത്തിൽ ആ ദൈവികോർജം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഇപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഞാൻ 10 മുതൽ താഴോട്ട് എണ്ണുമ്പോൾ വിശ്രമാവസ്ഥ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യുക. 10, 9, 8,
7, 6, 5, 4, 3, 2, 1, 0. ഇപ്പോൾ നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്രമാവസ്ഥയിൽ ആണ്. ഇപ്പോൾ നിങ്ങളിൽ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുന്നതും പോസിറ്റീവ് എനർജി, പുറത്തേക്ക് വിടുന്നതും പോസിറ്റീവ് എനർജി. ശരീരം ആ ഡിവൈൻ എനർജി കൊണ്ട് നിറഞ്ഞ് കവിയുകയാണ്. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലൂടെയും ഈ എനർജി ഒഴുകുന്നു. ദഹനേന്ദ്രിയ വ്യൂഹം, അതിലൂടെ പോസിറ്റീവ് എനർജി ഒഴുകുകയാണ്. ദഹനേന്ദ്രിയ വ്യൂഹം എല്ലാം നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുഖത്ത് ഒരു ചെറുപുഞ്ചിരി വിടരട്ടെ. ഇരുവൃക്കകളും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ലിവർ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഹൃദയം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് എനർജിയെ അവ നല്ല രീതിയിൽ പമ്പ് ചെയ്യുകയാണ്. ലങ്സിലൂടെ ഈ എനർജി ഒഴുകുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മളുടെ സിരകളിലൂടെ എല്ലാം ഈ ഒരു പോസിറ്റീവ് എനർജി നല്ല രീതിയിൽ പ്രവേശിക്കുകയാണ്. യാതൊരു തടസ്സവുമില്ലാതെ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഈ പോസിറ്റീവ് എനർജി ഒഴുകുകയാണ്. നിങ്ങൾക്ക് സൗഖ്യം അനുഭവപ്പെടും. അതിന്റെ ഫലമായി നിങ്ങൾക്ക് സ്വാസ്ഥ്യം, പീസ് ഓഫ് മൈൻഡ് ഇവ അനുഭവപ്പെടും. മുഖത്ത് ഒരു ചെറു പുഞ്ചിരി നിലനിർത്തുക. വളരെ പീസ്ഫുള്ളായ, വളരെ ശാന്തമായ ഒരു അവസ്ഥയിലാണ് നാം ഇപ്പോൾ. ഈ ഒരു അവസ്ഥ നിലനിർത്തുകയാണ് പ്രധാനം. നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആയിരുന്നു. യാതൊരു ചിന്തകളുമില്ല. സുഖകരമായ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷൻ മാത്രം. അല്പനേരം ഈ ഒരു അവസ്ഥയിൽ ആസ്വദിക്കുക. അല്പനേരം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ തുടരുക. ആ അവസ്ഥ എൻജോയ് ചെയ്യുക. ഈ ഒരു അവസ്ഥ ലഭ്യമാക്കിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. യൂണിവേഴ്സിനോട്, പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നമുക്ക് ജലവും വായുവും എല്ലാം സമ്മാനിക്കുന്ന ആ യൂണിവേഴ്സിനോട്
നന്ദി പറയുന്നു. പ്രകാശം പരത്തുന്ന സൂര്യനെ നന്ദി പറയുന്നു. നമുക്ക് അന്നവും ധാന്യങ്ങളും എല്ലാം വിളയിച്ചു തരുന്ന കർഷകനോട്, അജ്ഞാതനായ കർഷകനോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നന്ദി പറയുന്നു, അവരെ ഓർക്കുന്നു. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, ഇവരോടൊക്കെ നന്ദി പറയുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നതിന് നന്ദി പറയുന്നു. ജീവിതത്തിലേക്ക് നമ്മൾ നല്ല വ്യക്തികളെയാണ് ആകർഷിക്കുന്നത്. പോസിറ്റീവായ വ്യക്തികളെ നമ്മൾ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയാണ്. കാരണം നമ്മളിൽ നിന്ന് പോകുന്നത് പോസിറ്റീവ് എനർജിയാണ്, പോസിറ്റീവ് വൈബ്രേഷനാണ്. അതുകൊണ്ട് നമുക്ക് അനുയോജ്യമായ വ്യക്തികൾ, അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഇവയെല്ലാം നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കർമ്മരംഗത്ത് നമ്മൾ പൂർണ്ണ സംതൃപ്തയാണ്. പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും നമ്മളെ വിജയത്തിനു വേണ്ടി കാതോർക്കുന്നുണ്ട്. നമ്മളൊരു വിജയിയാണ്. ജീവിതത്തിൽ നമ്മളൊരു വിജയിയാണ്. ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ പോസിറ്റീവായ ചിന്തകളിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. പോസിറ്റീവായിരിക്കുക എന്നുള്ളത് എൻ്റെ ജന്മാവകാശമാണ്. ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത് എൻ്റെ ബർത്ത് റൈറ്റ് ആണ്. ഓരോ ദിവസവും ഞാൻ എല്ലാ രീതിയിലും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Day by day, in every way, I am getting better and better. Thank you, universe. I am a money magnet. സമ്പത്തിനെ ഞാൻ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറും. സമൃദ്ധി എൻ്റെ ജീവിതത്തിലൂടെ സുഗമമായി ഒഴുകുകയാണ്. എൻ്റെ ജീവിതം സമ്പന്നമാവുകയാണ്. എന്നിലേക്ക് അനുഗ്രഹങ്ങൾ പ്രവഹിക്കുന്നു. അനുഗ്രഹങ്ങൾ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ആകർഷിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ജീവൻ തുളുമ്പുന്ന പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഒരു മികച്ച തലത്തിലേക്ക് ഞാൻ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. എനിക്ക് ഈ രീതിയിൽ എൻ്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിയും. ഓരോ ദിവസവും ഞാൻ വളരെ പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഗോഡ്. യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ശാസ്ത്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വളരെ സുഖകരമായ അവസ്ഥയിൽ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നു. മണ്ഡലമുദ്രയിൽ ആണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇരിപ്പിടത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക.
നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നിങ്ങളുടെ മണ്ഡൽ മുദ്രയിൽ നിന്നും പതുക്കെ ഇരു കൈകളും വേർപെടുത്തുന്നു. വളരെ പതുക്കെ ഇരു കൈകളും കൂട്ടി ഉരസുന്നു. വളരെ പതുക്കെ ഇരു കൈകളും കൂട്ടി ഉരസിക്കൊണ്ട് ആ എനർജി മുഖത്തേക്ക് പകരുക. വളരെ നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു പരമേശ്വരൻ സാർ. വളരെ സുഖകരമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ആ കൈകൾ രണ്ടും റബ്ബ് ചെയ്തുകൊണ്ട് മുഖത്തേക്ക് എനർജി പകരുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. വളരെ നല്ലൊരു ദിനം സമ്മാനിച്ചതിന് ഒരിക്കൽ കൂടി പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം വളരെ മനോഹരമാവട്ടെ. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. എങ്ങനെ ഉണ്ടായിരുന്നു പരമേശ്വരൻ സാർ? ഇടക്ക് പോയി തോന്നുന്നല്ലേ, നെറ്റ് ഇടക്ക് പോയതായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ എനിക്കൊന്ന് പ്രാണായാമവും മെഡിറ്റേഷനും നമ്മൾ ഇതാണ് ശരിക്കും ഇത് പ്രാണായാമം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഗൈഡഡ് ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായി കൂള് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് അവിടെ അഫോർമേഷൻസ് പ്രാക്ടീസ് ചെയ്യും. നമ്മൾ തന്നെ അഫോർമേഷൻസ് കൊടുക്കും. വലിയൊരു കഷ്ടപ്പെട്ട ഒരു കാര്യം പറയുന്നു, ആ മുഖത്ത് പുഞ്ചിരി വേണമെന്ന് പറയും. അത് വേണമെന്ന് പറയും. നല്ല സ്മൈലിംഗ് ഫേസോടെ ശീലമായിട്ട് വരും സാർ. അത് പിന്നെ വന്നോളൂ. ഓക്കെ, അത് വരും. അത് ഓട്ടോമാറ്റിക്കലി വരും. ആദ്യം നമ്മള് അതായത് നമ്മളെ സന്തോഷം, മനസ്സ് ഹാപ്പി ആകുമ്പോ അത് ഗ്രാജുവലി അത് റിഫ്ലക്റ്റ് ആകും. മുഖത്ത് അത് റിഫ്ലക്റ്റ് ആകും അത്. ഓക്കെ, അപ്പൊ താങ്ക് യു. അപ്പൊ ഇനി സായി സാർ താങ്ക് യു. ഇനി നമ്മളെ റീഡിംഗ് ടെക്നിക്കാണ് ഫൈസൽ സാർ. ഓവർ ടു യു സാർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്നെ കാണണ്ട, ഇപ്പൊ കറണ്ട് പോയി കറക്റ്റ്. ഞാൻ എന്നിട്ടേ എന്റെ അടുത്തൊരു വീഡിയോ എടുക്കുന്ന ഒരു ലൈറ്റ് ഉണ്ട്, അതാണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നെ കാണുന്നുണ്ടോ? ആ ഓക്കെ. ഞാനിപ്പോ പെട്ടെന്ന് ചാർജ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുത്തു വെച്ചു. അപ്പൊ നമ്മള് ഇന്നലെ ചർച്ച ചെയ്തത് 2 പോയിന്റുകളാണ്. വളരെ എളുപ്പമുള്ള, നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് സംസാരിച്ചത്. ഒന്ന് മെമ്മറി ടെക്നിക്കും, മറ്റത് ഐ മൂവ്മെന്റ്സും. ഐ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അത് ഫിക്സ് ആയിരിക്കാതെ, ഫിക്സേഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ വായിക്കുക എന്നുള്ള കാര്യം പറഞ്ഞത്. മെമ്മറി ടെക്നിക്കിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത് വായനയിൽ മാത്രമല്ല, പൊതുവെ നമ്മുടെ ജീവിതത്തിലും അത്യാവശ്യമായത് കൊണ്ട് അഡീഷണൽ ആയിട്ട് ഞാൻ ഒരു ടിപ്പ് കൂടി പറയാം. ഇപ്പോ ഒരു വാക്ക് നമ്മൾ വായിക്കുന്ന സമയത്താണ് നമുക്ക് ഈ പദസമ്പത്ത് അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ വാക്കുകൾ കിട്ടുക, അല്ലെ? വൊക്കാബുലറി. നമ്മൾ വായനയിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൊക്കാബുലറി, അല്ലെ? അപ്പോ അതിൽ നമുക്ക് ചില വാക്കുകൾ കിട്ടും. അപ്പോ ആ വാക്ക് പിന്നീട് ഓർത്തെടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. 2 തരത്തിലാണ് നമ്മൾ ചെയ്യാറ്. ഒന്ന്, ഈ മാസ് റിപ്പിറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്, മറ്റേത് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. മാസ് റിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ തുടർച്ചയായിട്ട് ആ വാക്കിനൊരു കുറച്ച് പ്രാവശ്യങ്ങൾ പറഞ്ഞാല് നമ്മുടെ ബ്രെയിൻ അത് ടെമ്പററി മെമ്മറിയിൽ വെക്കും. മനസ്സിലായോ? ഒരു വാക്ക് അപ്പൊ തന്നെ നമ്മളൊരു ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് വിഷ്വലൈസേഷൻ എന്നുള്ളൊരു വാക്ക് ഒരാൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് അത് താൽക്കാലികമായിട്ട് വെക്കും, പിന്നെ അത് ടെമ്പററി മെമ്മറിയിൽ നിന്ന് പോകും. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് കണക്ട് ചെയ്തുകൊണ്ട് സ്പേസ്ഡ് റിപ്പിറ്റേഷൻ എന്നൊരു സംഭവമുണ്ട്. സ്പേസ്ഡ് റിപ്പിറ്റേഷൻ പറഞ്ഞാൽ ഗ്യാപ്പ് എടുത്ത് പറയുക. അതിനൊരു രീതിയുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് അത്ര പ്രധാനപ്പെട്ട, നമുക്ക് തീവ്രമായിട്ടൊരു ആഗ്രഹമാണ് ആ ഒരു വാക്ക് ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 7 ദിവസങ്ങളായിട്ട് അതിന് പറയുന്ന ടെക്നിക്ക് ഉണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ഒരു 3 പ്രാവശ്യം ആ വാക്ക് പറയുക. ആദ്യത്തെ ദിവസം 3 പ്രാവശ്യം ആ വാക്ക് പറയുക. രണ്ടാമത്തെ ദിവസം 2 പ്രാവശ്യം പറയുക. പിന്നെ 4-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം ഇല്ല,
4-ാമത്തെ ദിവസം ഒരു പ്രാവശ്യം പറയുക, പിന്നെ 7-ാമത്തെ ദിവസം ഒരു പ്രാവശ്യം പറയുക. ഇങ്ങനെ നമ്മൾ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് അത് ഷിഫ്റ്റ് ആകും. എല്ലാം ഒരു സാധ്യത മാത്രമാണ് കേട്ടോ, നമ്മളത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ സാധ്യത കൂടുതലാണ്. അപ്പൊ ലോങ് ടേം മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് കാര്യം ഷിഫ്റ്റ് ആകണമെങ്കിൽ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ വേണം. ഇടവിട്ട് അല്ലെങ്കിൽ ഇടവേളകൾ എടുത്തുകൊണ്ട് നമ്മൾ ആ കാര്യം പറയണം എന്നുള്ളതാണ്. പിന്നെ ഈ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മൾ വായിച്ച കാര്യങ്ങളാകട്ടെ പഠിച്ച കാര്യങ്ങളാകട്ടെ അത് 24 മണിക്കൂറിൽ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ ചില പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, ഞാൻ ഇന്നലെ പറഞ്ഞു, നമുക്കത് ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല. പക്ഷെ നമുക്കത് ഓർമ്മയിൽ ഉണ്ടാകണമെങ്കിൽ അടുത്ത 48 മണിക്കൂറിൽ ഒരിക്കൽ കൂടി നമ്മളത് വായിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ ഷിഫ്റ്റ് ആകണമെങ്കിൽ, ഒരു വാക്ക് നമുക്ക് ഷിഫ്റ്റ് ആകണമെങ്കിൽ, ഒരാളുടെ പേര് നമുക്ക് ഷിഫ്റ്റ് ആകണമെങ്കിലാണ് ഞാൻ ആ Day 1 Day 2 പറഞ്ഞ പോലെ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് കയറണമെങ്കിൽ 48 മണിക്കൂറിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി അത് വായിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ടെക്നിക്കിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ്. ഇന്നത്തെ ടെക്നിക്കിൽ ഇന്നത്തെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പ്രോഗ്രസ് ട്രാക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, പ്രോഗ്രസ് ട്രാക്കിംഗ്. അടുത്തത് റീഡിംഗ് ഇൻ റിവേഴ്സ്, ഈ 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ആരാണോ വായിക്കുന്നത് അവരുടെ വായനാ വേഗതയുണ്ടല്ലോ, അതിന്റെ മുന്നേറ്റം നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ വായനാ വേഗത മെച്ചപ്പെടുത്തിയിരിക്കും. അതിന്റെ ഒരു സിസ്റ്റമാണ് പ്രോഗ്രസ് ട്രാക്കിംഗ് എന്നുള്ളത്. മനസ്സിലായോ? അതിന്റെ ഒരു സിസ്റ്റമാണിത്. അതിന് ആദ്യം ചെയ്യേണ്ടത്, ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, WPM ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ അതേ നമ്പർ ആയിരിക്കണമെന്നില്ല അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ. ഉറപ്പായിട്ട് അത് കൂടിയിട്ടുണ്ടാകും. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്നിക്ക് ആയിരിക്കും പറഞ്ഞതിൽ, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 1% കൂടിയിട്ടുണ്ടാവും. ആരെങ്കിലും 2 പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഒരിക്കൽ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, അതിനുശേഷം എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കിയിരുന്നോ? ട്രൈ ചെയ്തു, വെരി ഗുഡ്. ദെൻ അപ്പൊ ഇനി അതൊന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. WPM, വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ളത്, അത് നമുക്ക് എപ്പോഴും മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ ഈ നമ്മുടെ ഈ സെഷനിൽ പറഞ്ഞ ഇത്രയും നാൾ പറഞ്ഞ മെത്തേഡുകളും ടെക്നിക്കുകളും ടിപ്സുകളും ട്രിക്സുകളും അതെന്തുമാകട്ടെ, നിങ്ങൾ അത് ഓരോന്നും എന്ത് ചെയ്യുക? ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ടെക്നിക്കും എല്ലാ മെത്തേഡും ഒരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് ഇത്രയും ദിവസം പറഞ്ഞത് നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങളുമായിട്ട് ഇണങ്ങുന്ന, യോജിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ അത് യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ സ്പീഡ് റീഡിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വായിച്ച ഭാഗങ്ങളെ ശ്രദ്ധിച്ച് വായിച്ചാലാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഞാൻ മെമ്മറി ടെക്നിക്കിൽ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഇതായിട്ട് കണക്ട് ചെയ്യുക. ഇന്നലെ സാറ് പറഞ്ഞ പോലെ, പരമേശ്വർ സാർ പറഞ്ഞ പോലെ അസോസിയേഷൻ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ, എന്തിനെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് വായിച്ചാൽ നമ്മുടെ മനസ്സിൽ അത് തീർച്ചയായിട്ടും തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 100% അതും പറയാൻ പറ്റില്ല, എന്നിരുന്നാലും സാധ്യത അവിടെ കൂടുതലാണ്. അപ്പൊ പ്രോഗ്രസ് ട്രാക്കിംഗ് മനസ്സിലായല്ലോ. അതിന് പ്രധാനമായിട്ട് WPM മാത്രം നോക്കിയാൽ മതി. എന്നിരുന്നാലും നമ്മൾ ഈ ട്രിക്സ് ആകട്ടെ ടിപ്സ് ആകട്ടെ അത് നിങ്ങൾ അതിൽ ഉപയോഗിക്കുക. പിന്നെ എന്താണ് റീഡിംഗ് ഇൻ റിവേഴ്സ്? അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് റീഡിംഗ് ഇൻ റിവേഴ്സ് എന്ന് പറയുന്നത് RIR എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. RIR, അതായത് ഈ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് റീഡിംഗ് ഇൻ റിവേഴ്സ്. കാരണം നമ്മള് സാധാരണ വായനയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടാനായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. റീഡിംഗ് ഇൻ റിവേഴ്സ് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനാണ്. സാധാരണ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വായിച്ചു, അല്ലെ ലെഫ്റ്റ് നിന്ന് നമ്മൾ റൈറ്റിലേക്ക് ഇങ്ങനെ വായിക്കും മലയാളം. ഞാനൊരു ഉദാഹരണം പറയാം. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത് എന്ന് നമ്മൾ വായിക്കും. സൂര്യൻ
കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പൊ അതിന് പകരം നമ്മൾ ഉദിക്കുന്നത് കിഴക്കാണ് സൂര്യൻ എന്നാണ് നമ്മളൊന്ന് വായിക്കുക തിരിച്ച്. നമ്മുടെ ബുക്കിൽ എന്താണോ കാണുന്നത്, ഇപ്പോ ഇത് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത് ബുക്കാണ്, സ്നോ ലോട്ടസ് എന്ന് പറഞ്ഞൊരു ബുക്ക്. ബുക്കില് പുറകിൽ കൊടുത്തുകൂടി വായിച്ചത്. കോവിലിന്റെയും നന്ദനാരുടെയും പാറപ്പുറത്തിന്റെയും തിളങ്ങുന്ന പാരമ്പര്യത്തിൽ പട്ടാള കഥകൾക്കിതാ പ്രകാശമായ ഒരു പെൺഭാഷ്യം. ഹിമാലയത്തിന്റെ നിഗൂഢവും അപ്രാപ്യവുമായ പർവ്വതനിരകളിലൂടെ പർവ്വതാരോഹമായ ഒരു പട്ടാളക്കാരി തേടിപ്പോവുകയാണ്. പട്ടാളക്കാരിയുടെ ഒരു കഥയാണ്. ഓക്കെ, ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. ഓക്കെ, നോവൽ ഫിക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, നമ്മൾ വായിക്കുമ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതിന് പകരം കണ്ടു വന്നിട്ടോ. അപ്പൊ എന്നെ കാണുന്നില്ല തെളിഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ച് ആ വാക്കിനെ തന്നെ തിരിച്ച് വായിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ അത്രയാണ് സിമ്പിൾ. റീഡിംഗ് ഇൻ റിവേഴ്സിൽ അധികമായിട്ടൊന്നും പറയാനില്ല. അതായത് നമ്മൾ വായിക്കുന്നത് തിരിച്ചു വായിക്കുക, നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ് ചെയ്യുക. അപ്പൊ നമുക്കത് ശ്രദ്ധയോടെ വായിക്കാനായിട്ട് സാധിക്കും. അത് മുഴുവൻ ഇങ്ങനെ തന്നെ വായിച്ചു പോകാനായിട്ട് സാധിക്കില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടിപ്സുകളും ട്രിക്സുകളുമാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെക്കാറുണ്ടല്ലോ അല്ലെ, പോയിന്റ്സുകളൊക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ എന്താണ്, സബ് വോക്കലൈസേഷനെ കുറിച്ച് ഇപ്പം പറഞ്ഞു. റീഡിംഗ് സെറ്റ്സ് അല്ലെങ്കിൽ റീഡിംഗ് ബ്ലോക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ചങ്കിങ് മെത്തേഡ് പറഞ്ഞു. അതുപോലെ തന്നെ എലിമിനേറ്റിംഗ് മെത്തേഡ്, ആവശ്യമില്ലാത്തത് ഒഴിവാക്കി വായിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു. സ്കിമ്മിങ് മെത്തേഡ്, സ്കാനിങ് മെത്തേഡ്, 80-20 റൂള്, അതായത് ഒരു പുസ്തകത്തിന്റെ 20% മാത്രം വായിച്ചുകൊണ്ട് 80% നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതി പറഞ്ഞു. റിഗ്രഷൻ കുറയ്ക്കുക. അതുപോലെ തന്നെ മെട്രോണോം എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞില്ല, അതിൽ ആപ്പ് ഉണ്ട് കേട്ടോ, ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നമുക്കത് മൊബൈലിൽ തന്നെ അതിന്റെ ആപ്പുകൾ ലഭ്യമാണ്. ആ ഒരു ബീപ്പ് വെച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. പിന്നെ പേസിംഗ് ടെക്നിക്ക്, അതുപോലെ തന്നെ മെമ്മറി ടെക്നിക്കെ കുറിച്ച് സംസാരിച്ചു. ദെൻ ഐ മൂവ്മെന്റ്സ്. ഇന്ന് സംസാരിച്ച 2 കാര്യമാണ് പ്രോഗ്രസ് ട്രാക്കിങ്ങും റീഡിംഗ് ഇൻ റിവേഴ്സും. ഓക്കെ, ഇത്തരം പോയിന്റ്സുകൾ വായനയിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് പോയിന്റ് ഒരു ദിവസം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായാൽ 2ഓ 3ഓ പറയാം. അതിന് മേളിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ വായനയിൽ അത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഇതുവരെ പറഞ്ഞ പല പോയിന്റുകളും നിങ്ങളുടെ വായനയിലേക്ക് വരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഉള്ള വായനയിൽ ഇതൊന്നും ഉൾപ്പെടുത്തില്ല. അപ്പൊ ഈ ഒരു സമയത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അത് പരീക്ഷിച്ച് നോക്കുക. അതിലേതാണോ യോജിച്ചത്, താല്പര്യം തോന്നിയത്, അത് നിങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതത്തിലുള്ള യാത്രയിൽ, നിങ്ങളുടെ വായനാ യാത്രയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ഓവർ ടു യു സർ. അറബി പഠിക്കുന്നവർക്ക് എങ്ങനെ പറ്റൂലേ? ഈ പുറകോട്ടല്ലേ എഴുതുന്നു അറബി? ഏതാണ് അറബി പഠിക്കുമ്പോൾ ഇങ്ങോട്ട് വായിക്കേണ്ടി വരും. റീഡിംഗ് ഇൻ റിവേഴ്സ് അറബിയാണ് പഠിക്കുന്നതിന് അത് ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കേണ്ടി വരും. നമ്മൾ ഇടതുനിന്ന് വലതിലോട്ട് അല്ല, അതിൽ നമ്മൾ ജസ്റ്റ് മലയാളത്തിന്റെ കാര്യം അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പൊ റീഡിംഗ് ഇൻ റിവേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആ വരി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞൊരു വാക്ക് സൂര്യൻ കിഴക്കാണ്. അതെ, ഞാൻ പറയുന്ന ഇടയ്ക്ക് അറബിയുടെ ഒരു ക്ലാസ്സും കൂടെ എടുത്താൽ മതി എന്ന് പറയായിരുന്നു. അല്ല ഫൈസൽ സാർ, എനിക്കൊന്ന് ഈ ഒരു ടെക്നിക്ക് നമ്മളെ പെട്ടെന്ന് ഫോക്കസ് ഒക്കെ പോകുമ്പോ ചെയ്യാൻ തോന്നും അല്ലെ? റിവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നമ്മൾ അലേർട്ട് ആവും അല്ലെ? നമ്മളെപ്പോഴും കൺഫ്യൂഷൻ. നമ്മളിപ്പോ വലത് കൈയില് ആണ് നമ്മൾ പല്ല് തേക്കുമ്പോ പെട്ടെന്ന് അതിന് ഒരു ദിവസം ഇടത് കൈയിലാക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് ശീലമാകുമ്പോൾ കറക്റ്റ് ആവും. നമ്മൾ എന്തൊരു പുതിയ ശീലം, 21 ഡേയ്സിന്റെ ക്ലാസ് എടുക്കുന്നുണ്ട്. അതില് പറഞ്ഞു കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും 21 ശീലങ്ങൾ ഒരു ദിവസം ചെയ്യിപ്പിക്കും. ഭയങ്കര ടഫാണ് ചെയ്യുന്ന ആൾക്ക്. പക്ഷെ എളുപ്പമുള്ള കാര്യം, അത് മനസ്സുകൊണ്ട് പറയുന്നതുണ്ട്, വായ കൊണ്ട് പറയുന്നുണ്ട്, പ്രവൃത്തിയായിട്ട് ചെയ്യേണ്ട 21 ടാസ്കുകളുണ്ട്. ഇത് 21 ദിവസം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചെയ്തോ. അപ്പൊ ഒരാള് പുറകെ നിന്ന് പറയാനുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏതൊരാൾക്ക് കേട്ടോ, അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമല്ല, ഒരാൾക്ക്, ഞാൻ എന്റെ അടുത്താകട്ടെ, ഓരോ കാര്യങ്ങൾ പുറകെ ഒരാൾ പറയാനുണ്ടെങ്കിൽ ഞാനത് ചെയ്തു പോകും. അറ്റ്ലീസ്റ്റ് ഒരാൾ ചോദിക്കുമല്ലോ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ 21 കാര്യങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ ഒരു വളരെ സിമ്പിളായി മനസ്സിലാവും. ഒരു ജാറ്, കാലി ജാറ്, ആ ജാറിൽ ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്വർണ്ണ നാണയം ഇടുന്നു. അത് 21 ദിവസമാകട്ടെ, ഒരു നിശ്ചിത ദിവസങ്ങളാവുമ്പോഴേക്കും അത് നിറയും എന്ന പോലെ ഇതുവരെ ചെയ്യാത്ത പല ശീലങ്ങൾ ഒരു വ്യക്തിയെ കൊണ്ട് 21 ദിവസം ഞാൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത്
അവർക്കുള്ളിൽ അത് എവിടേക്കോ രജിസ്റ്റർ ആയിട്ടുണ്ടാവും, എവിടേക്കോ അത് സ്റ്റോർ ആയിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ 21 ഉപയോഗിക്കണം എന്നില്ല. പക്ഷെ അതിൽ ഏതൊക്കെയോ പുതിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാക്കും. അവരാദ്യം ഒരു പുഴയുടെ ഇങ്ങേ അറ്റത്തായിരിക്കും, ഒരു ആഴം കൂടിയ ഒഴുക്കുള്ള ഒരു പുഴ നടുക്കൂടി പോകുന്നുണ്ട്. ഈ പുഴ താണ്ടുന്നതാണ് 21 ദിവസം. റിസ്ക് ആണ്, നീന്തി തന്നെ പോകണം, വേറെ വഴിയില്ല എന്ന പോലെ 21 ദിവസം 21 ശീലങ്ങൾ ചെയ്ത് അങ്ങോട്ട് കടത്തുമ്പോൾ പുതിയൊരാളായിരിക്കും പുഴ കടക്കുന്ന ഒരാൾ എന്ന പോലെ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശീലത്തിന്റെ ഭാഗമാക്കാൻ അതിന്റെ ഒരു നിശ്ചിത സമയം വരും. ഒരു ഏകദേശ സമയമാണ് 21. അത് ശാസ്ത്രീയമായിട്ടൊന്നും മീൻസ് തെളിയിക്കപ്പെട്ടൊരു സംഭവമല്ല. പക്ഷെ 21 ദിവസം കഴിയുമ്പോൾ എവിടെയൊക്കെയോ അത് രജിസ്റ്റർ ആകുന്നുണ്ട്. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് 21 എന്നുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറ് താങ്ക് യു എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഏതാ സാറ് എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ആ 21 ടാസ്കില് മിക്കതും ചെയ്ത് തന്നെ ആയിരിക്കും. ചില കാര്യങ്ങൾ അവരെ കൊണ്ട് സ്പെഷ്യലി ഞാൻ ചെയ്യിപ്പിക്കും. പക്ഷെ അത് ഞാൻ ചെയ്തതായിരിക്കില്ല. അത് ഞാൻ അവരോട് പറയുകയും ചെയ്യും, ഇന്ന കാര്യം ഞാൻ ചെയ്തതല്ല. ഞാൻ അതുകൊണ്ടാണ് മെന്ററിങ് ചെയ്യാറില്ല, എപ്പോഴും കോച്ചിങ് ആണ് ചെയ്യാറുള്ളത്. രണ്ടിനും ചെറിയ വ്യത്യാസമുണ്ട്. മെന്ററിങ് എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്ത് വിജയിച്ച കാര്യം ഒരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പുസ്തകത്തിലുള്ള കാര്യം വായിച്ചിട്ട് ഞാൻ അവരെന്ത് ചെയ്യും, എനിക്ക് കോച്ചിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം സച്ചിനും ഒരു കോച്ച് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും സച്ചിന്റെ കോച്ച് സച്ചിനോളം കളിച്ച ആളോ സച്ചിനോളം സെഞ്ചുറി എടുത്ത ആളോ അല്ല. പക്ഷെ സച്ചിന്റെ അടുത്ത് പറയും ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടും കേട്ടോ. അതൊരു ഊഹത്തിന്റെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് മറ്റുള്ളവർ ചെയ്യുന്നത് വെച്ച് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം. അപ്പൊ ഞാൻ കൂടുതലും കോച്ചിങ് എന്ന രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. അതേപോലെ തന്നെ പിന്നെ ഈ മോശം ശീലങ്ങള് പിന്നെ നമുക്കൊരു 30 ദിവസം നമുക്കൊരു ശീലത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ശീലത്തിന്റെ എഡിക്റ്റ് അല്ല എന്നാണ്. അപ്പൊ നമുക്ക് പിന്നെ മോശം എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ട് എന്ന് കരുതും. നമ്മൾ ഇന്റൻഷ്യലി നമ്മൾ ആ ഒരു 30 ദിവസം നമുക്ക് ആ ഇതില്ലെങ്കിൽ, ഇപ്പൊ ഒരു ചായ കൂടി എൻ്റെ ഒരു മോശം ഹാബിറ്റ് ആണെന്ന് കരുതും. ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചായ കൂടിന്റെ എഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ എഡിക്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് മുതൽ 30 ദിവസം ഞാൻ ചായ കുടിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം ഞാൻ ആ സ്വഭാവത്തിന്റെ എഡിക്റ്റ് അല്ല. എനിക്ക് വേണമെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം. 30 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് ആ ടെൻഡൻസി ഉണ്ട്, ഞാൻ ആ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ എഡിക്റ്റ് ആണ്, ആ സ്വഭാവത്തിന്റെ എഡിക്റ്റ് ആണ് എന്നാണ്. എനിക്കൊരു 30 ഡേയ്സ് എനിക്ക് എന്റെ ശീലത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആ ഒരു സാധനത്തിന് കഴിയുമെങ്കിൽ ഞാൻ ഒരിക്കലും ആ ശീലത്തിന്റെ എഡിക്റ്റ് അല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് മാറാം എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കുള്ള ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് അത് ചെയ്യാം. 30 ദിവസം നമുക്ക് ആ ഒരു ശീലം ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എന്റെ അത് പേഴ്സണൽ ആയിരിക്കും, എന്റെ ദുശീലം ഇതാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ അതെനിക്ക് ഒരു 30 ദിവസം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എനിക്ക് പറ്റുമെങ്കിൽ അതിനർത്ഥം ഞാൻ ആ ശീലത്തിന്റെ എഡിക്റ്റ് അല്ല. അതൊക്കെ ഒന്ന് ചാലഞ്ച് ആയിട്ട് ഒന്ന് എടുത്തു നോക്കും, അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ അപ്പോ ഒരുപാട് നന്ദി. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അത് രാവിലെ പറഞ്ഞല്ലോ, എപ്പോഴും അഫർമേഷൻസ് ഇങ്ങനെ പറയണമെന്നുണ്ട്. എപ്പോഴും പറയണമെന്ന് പറയുന്നില്ല, അതിങ്ങനെ പറഞ്ഞല്ലോ. അഫർമേഷൻസ് എപ്പോഴും പറയണമെന്ന് പറഞ്ഞില്ലേ? അതെ, അത് രാവിലെ നമ്മള് അത് ഞാനൊക്കെ അധികം ചെയ്യാറ്. പറയൂ. ഞാന് ഓഹോ ഒപ്പണോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് പറയാറ്. ആ, നല്ല എഫക്റ്റ് ആയി തോന്നി. അതായത് താങ്ക് യു, ഐ ലവ് യു, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ലേ? ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു. 21 ഡേയ്സിൽ ഞാൻ 21 ദിവസം ചെയ്യിപ്പിക്കും. കാരണം എന്താ പറയുക, അവർക്ക് പണത്തോടുള്ള ചിലവർക്ക് കുട്ടിക്കാലം മുതൽ കേട്ട തടസ്സം ഉണ്ടാവും. ചിലപ്പോ ഒരാളോടുണ്ടാവും. ഇതൊരു വലിയ ഭാരം പോലെ ഉള്ളിൽ കിടക്കും. ഇത് പറഞ്ഞ് അലിയിച്ച് അല്ലെങ്കിൽ പൊടിച്ച് കളയുന്ന രീതി ഉണ്ടല്ലോ, അലിയിച്ച് ഇല്ലാതാക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആക്കുകയാണ് നമ്മള്. പറഞ്ഞ് മനസ്സിനെ ഹീൽ ചെയ്യിപ്പിക്കുകയാണ്. അതിന്റെ വാക്കതാണ് ആക്ച്വലി ഹീലിംഗ് ആണ് പറയുന്നത്. പക്ഷെ നമ്മളതിന് പല രീതിയിൽ പറഞ്ഞ്, അതായത് ഓരോരുത്തർക്ക് അത് റീച്ച് ആകുന്ന പല രീതിയിലേക്ക്. നമ്മൾ പറയും ക്രിസ്റ്റൽ ക്ലിയർ പോലെ ആക്കും നിങ്ങളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാവും. പക്ഷെ നമ്മൾ ആളെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ചിലരോട് പറയും നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ അവർക്ക് ഏത് വാക്കാണോ മനസ്സിലാകുന്നത് ആ രീതി പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ മനസ്സിൽ കണ്ട്, അതായത് ആ വ്യക്തി നമ്മളെ അതായത് നമുക്ക് ഭയങ്കര ജന്മശത്രു, പണ്ട് മുതലേ ഉള്ള ഒരു ശത്രുത മനസ്സിലുണ്ടെങ്കിൽ
ആ ആ വ്യക്തി നമ്മുടെ മുന്നിൽ നിന്ന് പുഞ്ചിരിച്ച് നിൽക്കുന്നത് പോലെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ വ്യക്തിയോട് ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇറങ്ങിപ്പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ മൊബൈലില് ഈ വൈറസ് കയറും എന്നൊക്കെ പറയും. വൈറസ് 50 കിലോ വെയിറ്റ് ഒന്നും ഇല്ല. അത് എന്തോ ഒരു സംഭവം കയറുന്നുണ്ട്, ആ മൊബൈൽ ഹാങ് ആകുന്നുണ്ട് എന്ന പോലെ ഈ വൈറസ് ഉള്ളിൽ കയറും. ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇത് ഇറക്കി വിടാനോ എടുത്തു വെക്കാനോ വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മളെ ഹാങ് ആക്കും എന്നുള്ള ഒരു കാര്യം ശരിക്കും ഒരുപാട് പേർക്ക്, ഞാൻ 2019 മുതലാണ് ഈ 21 സെഷൻ വാട്സപ്പ് വഴിയാണ് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് ജീവിതത്തിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. പലരും ചെയ്തവരായിരിക്കും, പക്ഷെ മിക്ക ആളുകളും പുതിയതായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അത് ചെയ്യുമ്പോൾ അവര് മനസ്സിൽ എന്തൊക്കെയോ ഇല്ലാതായ ഒരു പുതിയ മനുഷ്യനായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പൊ സാർ പറഞ്ഞ പോലെ അതേപോലെ സാർ ഈ ഓരോ ക്ലാസ് എടുക്കുമ്പോഴേ കോഴ്സ് ആ. ചെയ്യുമ്പോ അതിന്റെ ഒരു ഇത് ഈ ഇവിടെ എവിടെയെങ്കിലും ഇടുവോ? കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും സൗകര്യം ഉള്ളപ്പോ നമുക്ക് ചേരാം. എന്തിന്റെ ആയിരുന്നു എനിക്ക് മനസ്സിലായില്ല. കോഴ്സുകൾ 21 days അല്ലാതെ വേറെ അത് ഗ്രൂപ്പ് അല്ല, അത് 1-to-1 ആണ്. ഞാൻ അല്ല ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ അറിയാൻ എന്ന് മുമ്പ് നമുക്ക് ചേരാം. ഇത് 1-to-1 ആണ്. ഓരോ വ്യക്തി ഗ്രൂപ്പായി ചെയ്യില്ല. കാരണം എന്താ, ഓരോരുത്തരുടെ ലക്ഷ്യങ്ങൾ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഞാൻ സാറിനോട് ചോദിക്കണം അല്ലേ? അതെ, എനിക്ക് ആക്ച്വലി ഇത് പരസ്യത്തിലൂടെയല്ല. ഇപ്പൊ ഒരാൾ വന്നിട്ട് അവര് റെഡി ആകുമ്പോ അവര് തന്നെ അടുത്ത ആളിനെ കണക്ട് ചെയ്ത് തരലാണ്. അതായത് അവരെല്ലാം ഓക്കെ ആകുമ്പോ അവര് പറയുന്നത് വേറൊരാളുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഇതുവരെ. പക്ഷെ എല്ലായിടത്തും ആഡ് കൊടുത്തൊക്കെ എന്റെ അടുത്ത് ചെയ്യാൻ പറയുന്ന ആളുകളാണ്. പക്ഷെ എനിക്ക് നിറയെ ആള് വന്ന ചില സമയത്ത് ആരും ഉണ്ടായില്ല, ചില മാസങ്ങളിലൊന്നും. പക്ഷെ ചില സമയത്ത് വരുമ്പോൾ കൂടുതൽ വരുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരു ഫോക്കസ് ചെയ്യണല്ലോ. വെറുതെ പേയ്മെന്റ് വാങ്ങി വെറുതെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആഡ് കൊടുത്ത് അങ്ങനെ ചെയ്യാത്ത. പക്ഷെ ഇങ്ങനെയാണ് വരുന്നത്. അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ. ഇതില് ആക്ച്വലി 3 കാര്യങ്ങൾ വരിക. ഇപ്പൊ ബിസിനസ് പരമായിട്ടുള്ളവർക്ക് അത്, അല്ലെങ്കിൽ 3 വരും. പേഴ്സണൽ ലൈഫ്, ബിസിനസ് ലൈഫ്, ഫാമിലി ലൈഫ്. ഇത് 3 കൂടി ചേർത്തിട്ടാണ് ആ 21 days. പിന്നെ എല്ലാ ദിവസവും ഒരു കഥയുണ്ടാവും. അത് കഥ അവരുടെ ലക്ഷ്യം, അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ തന്നെ എനിക്ക് ഈ ഗ്രൂപ്പിൽ ഒരു കഥ പറഞ്ഞാൽ ഒരു മോറലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിലാവുമ്പോ എന്താ പറയുക, ഓരോരുത്തരുടെ അവരുടെ ഇതായിട്ട് കണക്ട് ചെയ്യും, ലക്ഷ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മോറലാണ് പറയുക. പിന്നെ പുതിയ പുതിയ അറിവുകൾ അതിൽ പങ്കുവയ്ക്കും ഓരോ ദിവസം. ഇപ്പൊ ടെലിപ്പതി എന്താണ്, തേർഡ് ഐ എന്താണ്, അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എന്താണ്, അത്തരം കുറെ അറിവുകളുണ്ട്. റീപ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് 10 ജാപ്പനീസ് ടെക്നിക്ക്, അതൊക്കെയാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ബുക്സ് എന്നുള്ള നല്ല വരികൾ എഡിറ്റ് ചെയ്ത് പറയും. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഫൈസൽ സാറേ, നമ്മൾ ഈ ഫോർഗീവ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ നമ്മളോട് തന്നെ ഫോർഗീവ് ചെയ്യണമെന്ന് പറയാം. പലപ്പോഴും നമ്മൾ എല്ലാവർക്കും നമ്മൾ എന്ത് ചെയ്യും, ഫോർഗീവ് ചെയ്യും. പിന്നെ പക്ഷേ നമ്മൾ ഒരിക്കലും നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമ്മൾ ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോടും എന്ത് ചെയ്യണം, ക്ഷമിക്കാൻ പഠിക്കണം എന്ന് പറയാറുണ്ട്. അത് പിന്നെ ഈ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ചെയ്താൽ നമ്മൾ പലരും ഈ കുറ്റബോധവും കൊണ്ട് ഇങ്ങനെ പേറി നടക്കുന്നവരാണ്. ഞാനത് ചെയ്തല്ലോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ നമ്മളോടും ഇടയ്ക്കൊക്കെ ക്ഷമിക്കണം എന്നുള്ളതാണ്. പിന്നെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ കുറെ റിലാക്സ്ഡ് ആകുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ ക്ഷമിക്കുന്നില്ല. ബാക്കി എല്ലാവർക്കും ക്ഷമ കൊടുത്താലും നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ നമ്മളോട് ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളോടും ക്ഷമിച്ചാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഹാപ്പി ആയിരിക്കാൻ അതും ഒരു ഇതാണ്. നമ്മളോട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ഷമിക്കുക. കാരണം മിസ്റ്റേക്സിൽ 2 എണ്ണം ഉണ്ട്. നമ്മൾ മിസ്റ്റേക്സിനെ ഓവറായിട്ട് വെറുക്കാനും പാടില്ല, അതിനെ അവഗണിക്കാനും പാടില്ല. ഓവറായിട്ട് വെറുത്താൽ നമ്മൾ കൂടുതൽ കുറ്റബോധമാകും. അത് ഒന്നും അവഗണിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം മിസ്റ്റേക്സുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ രണ്ടിന്റെയും നടുക്ക് നിൽക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൂടുതൽ കുറ്റബോധവും വേണ്ട, കൂടുതൽ അതിനെ അവഗണിക്കുകയും ചെയ്യാണ്ട് പോകുന്നതായിരിക്കും മിസ്റ്റേക്സുകളിൽ നല്ലത്. ഇപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പൊറുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നും അല്ലെ? സമയമായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.